നമസ്കാരം. സിറ്റി വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഇടമലക്കുടിയിലെ റേഷൻ തട്ടിപ്പ് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ പോലീസിൽ പരാതി നൽകി. മതികെട്ടാഞ്ചോലിയിൽ നിന്നും 100 വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ളം തടസ്സപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തോട്ടം നനയ്ക്കുന്നെന്ന പരാതി. മധ്യവേനലവധിക്കാലം ആസ്വദിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ജില്ലയിലേക്ക് സന്ദർശക പ്രവാഹം. മൂന്നാറിൽ ഗ്ലാസ് വാച്ച് ടവർ തുറന്നുകൊടുത്തു. കരുണപുരത്ത് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റോഡിൽ അപാകതയെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത്. വിശദമായ വാർത്തകളിലേക്ക്. ഇടമലക്കുടിയിലെ റേഷൻ തട്ടിപ്പ് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ പോലീസിൽ പരാതി നൽകി. ജില്ലാ സപ്ലൈ ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് സപ്ലൈ ഓഫീസർ മൂന്നാർ പോലീസിൽ പരാതി നൽകിയത്. ആദിവാസികൾക്ക് വിതരണം ചെയ്യാനായി നൽകിയ 65 ടൺ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ കാണാതായ സംഭവത്തിലാണ് നടപടി. ഇടമലക്കുടിയിലെ റേഷൻ തട്ടിപ്പ് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട് ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ പോലീസിൽ പരാതി നൽകി. ജില്ലാ സപ്ലൈ ഓഫീസറുടെ നിർദ്ദേശപ്രകാരമാണ് സപ്ലൈ ഓഫീസർ മൂന്നാർ പോലീസിൽ പരാതി നൽകിയത്. ആദിവാസികൾക്ക് വിതരണം ചെയ്യാനായി നൽകിയ 65 ടൺ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങൾ കാണാതായ സംഭവത്തിലാണ് നടപടി. ഇടമലക്കുടിയിലെ റേഷൻ സാധനങ്ങളുടെ വിതരണക്കാരായ ദേവികുളം ഗിരിജൻ സൊസൈറ്റിയുടെ പേരിലുണ്ടായിരുന്ന ലൈസൻസ് കഴിഞ്ഞ ദിവസം പൊതുവിതരണ വകുപ്പ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. തലയാർ 56 നമ്പർ റേഷൻ കടയുടമ ജെ ബാലസുന്ദരത്തിനാണ് പുതിയ വിതരണ ചുമതല. പുതിയ വിതരണക്കാരൻ ചുമതലയേറ്റതോടെ സൊസൈറ്റിക്കുടി, വെള്ളവരക്കുടി എന്നീ റേഷൻ കടകളിലെ ഇപോസ് മെഷീനുകളിലുണ്ടായിരുന്ന 65 ടൺ അരി ഉൾപ്പെടെയുള്ള ഭക്ഷ്യധാന്യങ്ങളുടെ സ്റ്റോക്ക് സപ്ലൈ ഓഫീസർ നീക്കം ചെയ്തു. പുതിയ സ്റ്റോക്കും വിൽപ്പനയും ഒത്തുപോകുന്നതിനാണിത്. അതേസമയം ഇടമലക്കുടിയിലെ റേഷൻ തട്ടിപ്പ് 2 വർഷം മുൻപു നടന്നതിന്റെ സമാന ആവർത്തനമാണെന്ന വിവരം. സൊസൈറ്റിക്കുടി, വെള്ളവരക്കുടി എന്നീ കടകളിലായി 65 ടണ്ണിലധികം റേഷൻ സാധനങ്ങളുടെ തട്ടിപ്പാണ് ഇത്തവണ നടന്നത്. ഈ കടകളുടെ ലൈസൻസിയായ ഗിരിജൻ സർവീസ് സഹകരണ സംഘം 2024 നടത്തിയ തട്ടിപ്പിനെ തുടർന്ന് 66,000 രൂപ പിഴ ചുമത്തിയിരുന്നതായി ഇടുക്കി ജില്ലാ സപ്ലൈ ഓഫീസർ സിവിൽ സപ്ലൈസ് കമ്മീഷണർക്ക് റിപ്പോർട്ട് നൽകി. സിറ്റി വിഷൻ, മൂന്നാർ. മതികെട്ടാഞ്ചോലിയിൽ നിന്നും 100 വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ളം തടസ്സപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തോട്ടം നനയ്ക്കുന്നെന്ന പരാതിയുമായി ഹാരിസൺസ് മലയാളം പ്ലാന്റേഷൻ തൊഴിലാളികളും കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളും രംഗത്ത്. ശാന്തൻപാറ പഞ്ചായത്തിലെ 2, 3 വാർഡുകളായ തോണ്ടിമല, പന്നിയാർ, കോരമ്പാറ വാർഡുകളിൽ താമസിക്കുന്ന തൊഴിലാളികളടക്കമുള്ളവരുടെ കുടിവെള്ളം മുടക്കിയാണ് ശാന്തൻപാറ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ ഉടമസ്ഥതയിലുള്ള ഏലത്തോട്ടത്തിലേക്ക് വെള്ളം തിരിച്ചുവിട്ട് കെട്ടിനിർത്തി ആ വെള്ളം ഉപയോഗിച്ച് തോട്ടം നനയ്ക്കുന്നത്. കുടിവെള്ള സ്രോതസ്സിൽ നിന്നും പൈപ്പ് വഴിയാണ് HML തൊഴിലാളി ലയങ്ങളിലേക്ക് വെള്ളം എത്തിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ 6 വർഷം മുൻപ് തോട്ടം വാങ്ങിയ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ കുടുംബക്കാരാണ് തൊഴിലാളികളുടെ കുടിവെള്ളം തടസ്സപ്പെടുത്തി പൈപ്പിൽ വിള്ളലുണ്ടാക്കി വെള്ളം തോട്ടം നനയ്ക്കാനായി ഉപയോഗിക്കുന്നത്. അപ്പോൾ അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റിനെ സംബന്ധിച്ച് ഈ പ്രദേശത്തെ എല്ലാ വാർഡുകളിലും അല്ലെങ്കിൽ പഞ്ചായത്തിൻ്റെ എല്ലാ മേഖലകളിലും കുടിവെള്ളക്ഷാമം ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ, വരൾച്ച രൂക്ഷമാകുമ്പോൾ കുടിവെള്ളക്ഷാമം രൂക്ഷമായിരിക്കുന്ന സാഹചര്യത്തിൽ എല്ലാ മേഖലയിലും കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടി ഭരണഘടനാപരമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് തന്നെ 400ഓളം പാവപ്പെട്ട തോട്ടം തൊഴിലാളികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശത്തേക്ക് കുടിവെള്ളം നിഷേധിച്ചുകൊണ്ട് അവരുടെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഈ കുടിവെള്ളം ഉപയോഗിക്കുന്നത് തീർത്തും അത് സ്വജനപക്ഷപാതമാണ്. പഞ്ചായത്ത് പ്രസിഡന്റ് സംബന്ധിച്ച കൃത്യവിലോപമാണ്. അദ്ദേഹം സത്യപ്രതിജ്ഞ ലംഘനമാണ് നടത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് ഞങ്ങൾ ആരോപിക്കുന്നത്. തൊഴിലാളികൾക്ക് കുടിവെള്ളം നൽകാൻ ബാധ്യതയുള്ള കമ്പനി ഉദ്യോഗസ്ഥർ ഇത് സംബന്ധിച്ച് പഞ്ചായത്തിൽ പരാതി നൽകിയിട്ടും പരിഹാരമുണ്ടാകാത്തതിനെ തുടർന്ന് ദേവികുളം RDOയ്ക്ക് പരാതി നൽകി തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്. സ്വാഭാവിക നീരൊഴുക്കിൽ നിന്ന് കുടിവെള്ളം ലഭിക്കാൻ സൗകര്യമുള്ളപ്പോൾ കുടിവെള്ളക്ഷാമം രൂക്ഷമായ എസ്റ്റേറ്റ് ലയങ്ങളിൽ പണം നൽകി പുറത്തുനിന്ന് ടാങ്കറുകളിൽ വെള്ളമെത്തിക്കാനാണത്രേ പഞ്ചായത്ത് പ്രസിഡന്റ് നിർദ്ദേശിച്ചത്.
ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അത് ബന്ധപ്പെട്ട് അടിയന്തരമായിട്ട് ഈ കുടിവെള്ളം അവർ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് അവസാനിപ്പിച്ച് കുടിവെള്ള ക്ഷാമം അവിടുത്തെ തൊഴിലാളികളുടെ കുടിവെള്ള ക്ഷാമം പരിഹരിക്കുന്നതിന് വേണ്ടി അത് തുറന്ന് കൊടുക്കാത്ത പക്ഷം ഒരു സംശയവുമില്ല, ഞങ്ങൾ തീരുമാനിച്ചിരിക്കുന്നത് പാർട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ അവിടുത്തെ പൊതുജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റിൻ്റെ കൃത്യവിലോപത്തിനെതിരെ സ്വജനപക്ഷപാതത്തിനെതിരെ പഞ്ചായത്ത് ഓഫീസിലേക്ക് സമരം നടത്തുവാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനമെടുത്തിരിക്കുകയാണ്. തൊഴിലാളികളുടെ കുടിവെള്ളം മുട്ടിച്ച് തോട്ടം നനയ്ക്കുന്നതിനെതിരെ ബന്ധപ്പെട്ട അധികാരികൾ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ബിജു വട്ടമറ്റം, വൈസ് പ്രസിഡന്റ് സുരേഷ് ആശാരിപ്പറമ്പിൽ, ജില്ലാ കമ്മിറ്റി അംഗം എസ് വനരാജ്, വാർഡ് മെമ്പർ എ വേൽമുരുകൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. അതേസമയം ആരോപണം അടിസ്ഥാനരഹിതമാണെന്ന പഞ്ചായത്ത് പ്രസിഡന്റ് ജിഷ ദിലീപ് അറിയിച്ചു. അവരുടെ പട്ടയഭൂമിയിലുള്ള നീരുറവയിൽ നിന്നാണ് അവർ കൃഷി ആവശ്യത്തിന് വെള്ളമെടുക്കുന്നതെന്നും HNL കമ്പനിയുടെ കുടിവെള്ള സ്രോതസ്സിൽ വെള്ളമില്ലാത്തതിനാൽ തങ്ങളുടെ പുരയിടത്തിൽ നിന്നുമാണ് അവർ വെള്ളം കൊണ്ടുപോയിരുന്നതെന്നും കാലങ്ങളായി പൈപ്പ് മെയിൻ്റെനൻസ് കമ്പനി നടത്താറില്ലെന്നും മുൻവർഷം കുടിവെള്ളം ലഭിക്കാത്തത് സംബന്ധിച്ച് കമ്പനി അധികൃതർക്ക് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകിയപ്പോൾ രാവിലെ 7 മുതൽ 2 വരെ തങ്ങൾക്കും 2 മുതൽ രാവിലെ 7 വരെ കമ്പനിയിലെ ആവശ്യത്തിനും വെള്ളമെടുക്കാനാണ് അറിയിച്ചതെന്നും മറിച്ചുള്ള ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു. സിറ്റി വിഷൻ, രാജാക്കാട്. മധ്യവേനൽ അവധിക്കാലം ആസ്വദിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി മൂന്നാറിൽ ഗ്ലാസ് വാച്ച് ടവർ തുറന്നുകൊടുത്തു. ഡബിൾ ലൈനായി നിർമ്മിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും നീളമേറിയ ഗ്ലാസ് വാച്ച് ടവറാണ് മൂന്നാറിലേത്. ജില്ലാ വിനോദസഞ്ചാര വകുപ്പിന് കീഴിൽ ദേവികുളം റോഡിൽ പ്രവർത്തിക്കുന്ന ഗവൺമെന്റ് ബൊട്ടാണിക്കൽ ഗാർഡനിലാണ് ആകാശക്കാഴ്ചകളും മൂന്നാറിന്റെ പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കാൻ കഴിയും വിധത്തിൽ പുതിയ ഗ്ലാസ് വാച്ച് ടവർ നിർമ്മിച്ചിരിക്കുന്നത്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ ഇഷ്ടകേന്ദ്രങ്ങളിലൊന്നാണ് ബൊട്ടാണിക്കൽ ഗാർഡൻ. വിവിധ തരത്തിലുള്ള പൂക്കളുടെ വർണ്ണശബളിതയാണ് ഗാർഡനിലേക്ക് സഞ്ചാരികളെ ആകർഷിക്കുന്നത്. ഗാർഡനിലെത്തുന്ന സഞ്ചാരികൾക്ക് ആസ്വാദനത്തിനൊപ്പം ഒരൽപ്പം സാഹസികതയ്ക്ക് കൂടി അവസരമൊരുക്കിയാണ് ബൊട്ടാണിക്കൽ ഗാർഡനിൽ ഗ്ലാസ് വാച്ച് ടവർ തുറന്നിട്ടുള്ളത്. ആകാശക്കാഴ്ചകളും മൂന്നാറിൻ്റെ പ്രകൃതി സൗന്ദര്യവും ആസ്വദിക്കാൻ കഴിയും വിധത്തിലാണ് പുതിയ ഗ്ലാസ് വാച്ച് ടവർ നിർമ്മിച്ചിരിക്കുന്നത്. ഡബിൾ ലൈനായി നിർമ്മിച്ചിട്ടുള്ള കേരളത്തിലെ ഏറ്റവും നീളമേറിയ ഗ്ലാസ് വാച്ച് ടവറാണ് മൂന്നാറിലേത്. Before we went any glass bridge? No, this is the first time. Yeah, it's good. Initially, I felt nervous, but now it is. After coming few steps, it's good now. 3.60 കോടി രൂപയാണ് ഗ്ലാസ് വാച്ച് ടവറിന്റെ നിർമ്മാണ ചെലവ്. 34 മീറ്റർ നീളമുള്ള നടപ്പാതയിലൂടെ പോയാൽ ഭൂനിരപ്പിൽ നിന്ന് 300 മീറ്റർ ഉയരത്തിലുള്ള വാച്ച് ടവറിലെത്താം. ഒരേ സമയം 30 പേർക്ക് വാച്ച് ടവറിൽ കയറാം. സ്വകാര്യ പങ്കാളിത്തത്തോടെ ജില്ലയിൽ DTPC നടപ്പാക്കിയ രണ്ടാമത്തെ ഗ്ലാസ് വാച്ച് ടവറാണ് മൂന്നാറിലേത്. ആദ്യത്തേത് വാഗമണ്ണിലേതാണ്. മുതിർന്നവർക്ക് 250 രൂപയും കുട്ടികൾക്ക് 200 രൂപയുമാണ് ഗ്ലാസ് വാച്ച് ടവറിൽ കയറുന്നതിനുള്ള ടിക്കറ്റ് നിരക്ക്. സിറ്റി വിഷൻ, മൂന്നാർ. മധ്യവേനൽ അവധി തുടങ്ങിയതോടെ ഇടുക്കി വാഗമണ്ണിലേക്ക് സന്ദർശക പ്രവാഹം. കത്തുന്ന വേനലിലും കുളിരുള്ള കാലാവസ്ഥയാണ് വാഗമണ്ണിലേക്ക് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നത്. ചൂടുണ്ടെങ്കിലും പിന്നെ വെയിലുണ്ടെങ്കിലും നമുക്ക് ആ ചൂട് ഏൽക്കുന്നില്ല. ആ ക്ലൈമറ്റ് ഉണ്ടായിരിക്കും. ക്ലൈമറ്റ് നല്ല രസമുണ്ട്. ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ വെച്ചിട്ട് നമുക്ക് ഇവിടെ നല്ലൊരു ഫീലുണ്ട്, നല്ല വൈബാ. വേനൽ ചൂടിലൊരുക്കുകയാണ് സംസ്ഥാനം. ഇതിനിടെ അല്പം കുളിര് തേടിയാണ് സഞ്ചാരികൾ യാത്രകൾ പുറപ്പെടുന്നത്. മനോഹര കാഴ്ചകൾക്കപ്പുറം കുളിരുള്ള കാലാവസ്ഥയും വാഗമണ്ണിന്റെ പ്രധാന ആകർഷണമാണ്. സാഹസിക വിനോദസഞ്ചാരികൾക്കായി അഡ്വഞ്ചർ പാർക്ക്, കുട്ടികൾക്കും മുതിർന്നവർക്കുമായി നിരവധി വിനോദസഞ്ചാര ഉപാധികളുമാണ് ഇവിടെയുള്ളത്. അറ്റകുറ്റപ്പണികൾക്കായി 5 മാസം മുമ്പ് അടച്ച കണ്ണാടിപ്പാലം ഇനിയും തുറക്കാത്തത് സഞ്ചാരികളെ നിരാശരാക്കുന്നു. പൈൻ ഫോറസ്റ്റ് ആണ് സഞ്ചാരികളെ ഏറെ ആകർഷിക്കുന്നത്. പൈൻ മരങ്ങളുടെ തണലിൽ കുളിരാസ്വദിച്ച് സമയം ചിലവഴിക്കാം.
സീസണിന്റെ തുടക്കത്തിൽ തന്നെ വാഗമണ്ണിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. വരും ദിവസങ്ങളിൽ തിരക്കിനിയും കൂടുമെന്നാണ് പ്രതീക്ഷ. സിറ്റി വിഷൻ, വാഗമൺ. കരുണാപുരത്ത് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റോഡിൽ അപാകതയെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത്. പ്രകാശ് ഗ്രാം തേർഡ് ക്യാമ്പ് കൂട്ടാർ റോഡിന്റെ നിർമ്മാണത്തിലാണ് കോൺട്രാക്ടറുടെ നേതൃത്വത്തിൽ വൻ അഴിമതി നടക്കുന്നെന്ന ആരോപണം ഉയർന്നിരിക്കുന്നത്. അശാസ്ത്രീയമായ നിർമ്മാണ പ്രവർത്തനത്തിൽ വിജിലൻസ് അന്വേഷണം നടത്തണമെന്ന നാട്ടുകാർ ആവശ്യപ്പെടുന്നത്. ഇതാണ് നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന റോഡ്. 4.25 കിലോമീറ്റർ റോഡിന്റെ നിർമ്മാണത്തിന് 3.25 കോടി രൂപയാണ് അനുവദിച്ചിട്ടുള്ളത്. BMBC നിലവാരത്തിൽ നിർമ്മിക്കേണ്ട റോഡ് പഞ്ചായത്ത് റോഡിനേക്കാൾ കഷ്ടമായാണ് നിർമ്മിക്കുന്നതെന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത്. കൃത്യമായി അടിത്തറ ഒരുക്കാത്ത മണ്ണിന് മുകളിലാണ് നേരിട്ട് ടാർ ചെയ്യുന്നതും നാട്ടുകാർ ആരോപിക്കുന്നു. ടാർ ലെയറിന്റെ കനം നിർദ്ദേശിച്ചിട്ടുള്ള നിലവാരത്തിൽ അല്ലെന്നും DPR പ്രകാരമുള്ള റോഡ് വീതി പല സ്ഥലങ്ങളിലും പാലിച്ചിട്ടില്ലെന്നും നാട്ടുകാർ പറയുന്നു. ഇവിടെ പരിശോധിച്ചാൽ അറിയാം, GSP ഇട്ട് 1.5 വർഷം കഴിഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം വലിയ ടോറസുകളും അതേപോലെ തന്നെ കാലാവസ്ഥയിൽ വലിയ മഴയെല്ലാം പെയ്തതിന് ശേഷം GSP മുഴുവൻ ഇളകി തെറിച്ച് മെറ്റിൽ മുഴുവൻ ഇളകി പോയതിന് ശേഷം നമ്മൾ കാണുന്ന സ്ഥലത്ത് കഴിഞ്ഞ ദിവസം അതെല്ലാം വാരി കൂട്ടി ഒതുക്കി വെച്ചതിന് ശേഷം മതിയായി വെള്ളമൊഴിച്ച് ഉറപ്പിക്കാതെ അതിൻ്റെ പുറത്ത് ടാറിംഗ് നടത്തുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികൃതർ അടിയന്തരമായി നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് ബന്ധപ്പെട്ടവർക്ക് നാട്ടുകാർ പരാതിയും നൽകി. സിറ്റി വിഷൻ, നെടുങ്കണ്ടം. ലോവർ ക്യാമ്പ് നിലയത്തിൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി തമിഴ്നാട്ടിലെ 4 ജില്ലകളിലാണ് പ്രകാശം പരത്തുന്നത്. തേനി, മധുര, ദിണ്ടുക്കൽ, തിരുനെൽവേലി തുടങ്ങിയ ഇടങ്ങളിലെ വ്യവസായശാലകൾ പ്രവർത്തിക്കുന്നതും ലോവർ ക്യാമ്പിൽ നിന്നുള്ള വൈദ്യുതിയെ ആശ്രയിച്ചാണ്. കേരളത്തിൽ കാലാവസ്ഥ പ്രതികൂലമായാൽ വരൾച്ച രൂക്ഷമായി തമിഴ്നാടും കനത്ത ജലക്ഷാമം നേരിടേണ്ടിവരും. ജലനിരപ്പ് കുറയുകയും തേക്കടി തടാകം വറ്റിവരളുകയും ചെയ്യുന്ന സാഹചര്യത്തിലും ഇറച്ചിൽപ്പാലം കനാൽ വഴി തമിഴ്നാട്ടിലേക്ക് കുടിവെള്ളത്തിനായി ജലം ഒഴുക്കുന്നുണ്ട്. തേക്കടി തടാകം വറ്റിവരളുമ്പോഴും ഇറച്ചിൽപ്പാലം കനാലിലൂടെ വെള്ളം തുറന്നുവിടുന്നത് തടാകത്തിൽ വരൾച്ച രൂക്ഷമാക്കും. വീരപാണ്ടി ഉത്സവത്തിനു മുന്നോടിയായി തേനി ജില്ലയിലെ കുളങ്ങളും ചെക്കുഡാമുകളും ജലസമൃദ്ധമാക്കുകയെന്ന ലക്ഷ്യം കൂടിയുണ്ട് ഇറച്ചിൽപ്പാലം കനാലിലൂടെ വെള്ളം ഒഴുക്കുന്നതിന് പിന്നിൽ. സിറ്റി വിഷൻ, ഉപ്പുതറ. ചെറിയൊരിടവേളയ്ക്ക് ശേഷം തിരിച്ചുവരാം. സ്ത്രീ സൃഷ്ടികളിൽ ഏറ്റവും പരിശുദ്ധയായ ഒന്ന്. ആ പരിശുദ്ധിക്ക് നിറം കൂട്ടുന്ന ഒന്നാണ് അവരുടെ ആത്മവിശ്വാസം. അതിനാൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു, നിങ്ങൾ അർഹിക്കുന്നു KG's ജ്വല്ലറിയുടെ അതുല്യമായ ആഭരണങ്ങൾ. KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പരിശുദ്ധ സ്വർണം വിശ്വസ്ത കരങ്ങളിലൂടെ. ആ ഷോപ്സ് കട്ടപ്പന, ചെറുതോണി, അടിമാലി, നെടുങ്കണ്ടം, രാജാക്ക. ഇതാണ് സാധനം. ഇവനെ അങ്ങ് പ്രയോഗിച്ചാൽ ഏതേലും സൂപ്പറായിട്ട് കായ്ക്കും. എല്ലാ പൂക്കളും കായാകുന്നതിന് ബെൻസാവൈറ്റ്, ചൊറിയില്ലാത്ത കായ്കൾക്കായി സൾഫോസ്, കൂടാതെ അമിൻഡ, ഹീര, ഡോറിസ്, വെൽവെറ്റ്. കർഷകന്റെ പ്രതീക്ഷയ്ക്കൊത്ത ഉൽപാദനം വർദ്ധിക്കാൻ വൈറ്റ്ഫീൽഡ് ഇന്റർനാഷണലിന്റെ ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കൂ. 1.5 പതിറ്റാണ്ടിലേറെയായുള്ള സേവന പാരമ്പര്യവുമായി ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, രാജാക്കാട്. ഹൈടെക് മെഷീനറികളുടെ സഹായത്തോടെ രോഗനിർണയം ഇനി കുറഞ്ഞ സമയത്തിനുള്ളിൽ. 300 mA ഫുൾ റൂം എക്സ്റേ ആൻഡ് 12 ചാനൽ ഡിജിറ്റൽ ECG. വിവിധ രോഗനിർണയങ്ങൾക്കായി മൾട്ടി സ്പെഷ്യാലിറ്റി ലബോറട്ടറി. എല്ലാവിധ ലബോറട്ടറി ടെസ്റ്റുകളും സ്പെഷ്യൽ ടെസ്റ്റുകളും 1 മണിക്കൂറിനുള്ളിൽ. വിവിധ ചെക്കപ്പ് പാക്കേജുകൾ. വിദഗ്ധ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ 100% ക്വാളിറ്റിയോടുകൂടിയുള്ള ടെസ്റ്റ് റിസൾട്ടുകൾ. ഡോക്ടേഴ്സ് ക്ലിനിക്കൽ ആൻഡ് ഡയഗ്നോസ്റ്റിക് ലബോറട്ടറി, SNDP ഷോപ്പിംഗ് കോംപ്ലക്സ്, രാജാക്കാട്. വീണ്ടും വാർത്തകളിലേക്ക്. പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ ഈ വർഷത്തെ അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു. ബാലവാടിക മുതൽ 8ാം ക്ലാസ് വരെ സൗജന്യ വിദ്യാഭ്യാസമാണ് അർഹരായ കുട്ടികൾക്ക് കേന്ദ്രീയ വിദ്യാലയം നൽകുന്നത്.
കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന സ്വയംഭരണ സ്ഥാപനമായ കേന്ദ്ര വിദ്യാലയ സംഘത്തിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്ന പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള അഡ്മിഷൻ നടപടികൾ ആരംഭിച്ചു. കുട്ടികളുടെ സമഗ്ര വികസനം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഈ വിദ്യാലയം നിലവിൽ അഡ്മിഷനായി അപേക്ഷകർ ക്ഷണിച്ചിരിക്കുകയാണ്. രാജ്യത്താകെ 1200-ലധികം സ്കൂളുകൾ ഉൾക്കൊള്ളുന്ന KVS ശൃംഖലയിലെ ഭാഗമായ പൈനാവ് കേന്ദ്രീയ വിദ്യാലയം 10ാം ക്ലാസ്സിലും 12ാം ക്ലാസ്സിലും 100% വിജയം നേടിയ മികച്ച വിദ്യാഭ്യാസ സ്ഥാപനമാണ്. പൈനാവ് കേന്ദ്രീയ വിദ്യാലയത്തിലെ എല്ലാ ക്ലാസ് മുറികളും സ്മാർട്ട് ക്ലാസ് റൂമുകളാണ്. കൂടാതെ കുട്ടികളുടെ പ്രായോഗിക പഠനവും തൊഴിൽപരമായ നൈപുണ്യ വികസനവും ഉറപ്പാക്കാൻ വൊക്കേഷണൽ ലാബ് പുതുതായി ആരംഭിച്ചിട്ടുണ്ട്. ഇവിടെയുള്ള അധ്യാപകരെല്ലാവരും ദേശീയ തലത്തിലുള്ള 2 ഘട്ട എഴുത്ത് പരീക്ഷയും ഇൻ്റർവ്യൂവും വിജയകരമായി പൂർത്തിയാക്കിയവരാണ്. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഉയർന്ന നിലവാരത്തിലുള്ള പഠനാന്തരീക്ഷം ഉറപ്പാക്കുന്നു. പഠനഭാഗങ്ങൾക്കൊപ്പം തന്നെ കല, സാഹിത്യം, കായികം എന്നിവയിൽ വിദ്യാർത്ഥികളുടെ കഴിവുകൾ വളർത്തുന്നതിനായി വിവിധ പ്രവർത്തനങ്ങളും സ്കൂളുകളിൽ സജീവമായി നടക്കുന്നു. കേന്ദ്രീയ വിദ്യാലയത്തിൽ സർക്കാർ ജീവനക്കാരുടെ മക്കൾക്ക് മാത്രമേ പ്രവേശനം ലഭിക്കൂ എന്ന പൊതുധാരണയുണ്ട്. എന്നാൽ പൈനാവ് പോലുള്ള പ്രദേശങ്ങളിൽ സർക്കാർ ജീവനക്കാർ കുറവായതിനാൽ മറ്റുള്ള ഭാഗങ്ങളിലുള്ള കുട്ടികൾക്കും അഡ്മിഷൻ ലഭിക്കാനുള്ള അവസരം കൂടുതലാണെന്ന് സ്കൂൾ പ്രിൻസിപ്പൽ അജിമോൻ എ ചെല്ലങ്കോട്ട് അറിയിച്ചു. ഞങ്ങളൊരു പ്രയോറിറ്റി കാറ്റഗറീസ് ഉണ്ട്. പക്ഷേ പൈനാവ് പോലെ സർക്കാർ ജീവനക്കാർ വളരെ കുറവുള്ള ഒരു സ്ഥലത്ത് സാധാരണക്കാരുടെ മക്കൾക്ക് അഡ്മിഷൻ കിട്ടാനായിട്ട് ചാൻസ് വളരെ കൂടുതലാണ്. ഇപ്പോൾ ഓഫ്ലൈൻ ആയിട്ടാണ് അഡ്മിഷൻ പ്രോസസ്സ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഓഫീസിൽ വന്ന് അതിൻ്റെ രജിസ്ട്രേഷൻ ഫോം വാങ്ങിച്ച് ഫില്ലപ്പ് ചെയ്ത് വേണ്ട ഡോക്യുമെൻറ്റോട് കൂടി സബ്മിറ്റ് ചെയ്യുകയാണെങ്കിൽ അഡ്മിഷനായിട്ട് കൺസിഡർ ചെയ്യുന്നതായിരിക്കും. ബാലവാടിക ഉൾപ്പെടെ വിവിധ ക്ലാസുകളിലേക്കുള്ള അഡ്മിഷനുകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ബാലവാടികകളിൽ വിദ്യാഭ്യാസ അവകാശ നിയമപ്രകാരം 25% സീറ്റുകൾ പട്ടികജാതി, പട്ടികവർഗം, മറ്റ് പിന്നാക്ക വിഭാഗം, സാമ്പത്തികമായി പിന്നാക്ക വിഭാഗങ്ങൾക്കും ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ള കുടുംബങ്ങളിലെ കുട്ടികൾക്കുള്ള സൗജന്യമായി അനുവദിച്ചിട്ടുണ്ട്. താൽപ്പര്യമുള്ള രക്ഷിതാക്കൾ ഓഫ്ലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാം. സിറ്റി വിഷൻ, ഇടുക്കി. ICDS നെടുങ്കണ്ടം അഡീഷണൽ പ്രൊജക്ടിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പോഷൻ പക്കാടയുടെ സമാപനം രാജകുമാരി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വൈവിധ്യമാർന്ന ബോധവൽക്കരണ പരിപാടികളോടെ ശ്രദ്ധേയമായി. സമൂഹത്തിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം ഉയർത്തിപ്പിടിക്കുകയും സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ സംരക്ഷണത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുകയും എന്ന ലക്ഷ്യത്തോടെ റാലി, പോഷകാഹാര പ്രദർശനം, ബോധവൽക്കരണ സെമിനാറുകൾ, പോഷൻ പ്രതിജ്ഞ, യോഗ, പ്രാധാന്യാവതരണം എന്നിവ സംഘടിപ്പിച്ചു. ICDS നെടുങ്കണ്ടം അഡീഷണൽ പ്രൊജക്ടിന്റെ ഭാഗമായി സംഘടിപ്പിച്ച പോഷൻ പക്കാടയുടെ സമാപന ചടങ്ങ് രാജകുമാരി പഞ്ചായത്ത് ഓഡിറ്റോറിയത്തിൽ വിപുലമായ പരിപാടികളോടെ നടന്നു. ആരോഗ്യകരമായ ജീവിതശൈലിയുടെയും പോഷകാഹാരത്തിന്റെ പ്രാധാന്യത്തിന്റെയും സന്ദേശം സമൂഹത്തിൽ എത്തിക്കുകയെന്ന ലക്ഷ്യത്തോടെ വിവിധ ബോധവൽക്കരണ പ്രവർത്തനങ്ങളാണ് പരിപാടിയുടെ ഭാഗമായി സംഘടിപ്പിച്ചത്. സമാപനത്തോടനുബന്ധിച്ച് ബോധവൽക്കരണ റാലി, പോഷകാഹാര പ്രദർശനം, സെമിനാർ എന്നിവ നടന്നു. വിവിധ തരത്തിലുള്ള ആരോഗ്യകരമായ ഭക്ഷണ വസ്തുക്കൾ ഉൾപ്പെടുത്തിയ പ്രദർശനം ശ്രദ്ധേയമായി. പ്രാദേശികമായി ലഭ്യമായ സാധനങ്ങൾ ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന പോഷകസമൃദ്ധമായ വിഭവങ്ങളാണ് തയ്യാറാക്കി അവതരിപ്പിച്ചത്. പരിപാടിയിൽ പങ്കെടുത്തവർക്കായി പോഷൻ പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുകയും യോഗയുടെ പ്രാധാന്യത്തെക്കുറിച്ചും വിശദീകരിക്കുകയും ചെയ്തു. ശിശുവികസന പദ്ധതി ഓഫീസർ നടത്തിയ ക്ലാസ്സിൽ കുട്ടികളുടെ ശരിയായ വളർച്ചയ്ക്കും സ്ത്രീകളുടെ ആരോഗ്യ സംരക്ഷണത്തിനും പോഷകാഹാരത്തിന്റെ നിർണായക പങ്ക് വിശദീകരിച്ചു. ICDS സൂപ്പർവൈസർമാർ, NNMK കോർഡിനേറ്റർ, കുടുംബശ്രീ പ്രവർത്തകർ, CDS അംഗങ്ങൾ, ഡിസ്ട്രിക്ട് ഹബ് അംഗങ്ങൾ തുടങ്ങി നിരവധി പേർ ചടങ്ങിൽ പങ്കെടുത്തു. കൂടാതെ ഡിസ്ട്രിക്ട് ഹബ് ഫോർ എംപവർമെന്റ് ഓഫ് വുമൺ സംഘടിപ്പിച്ച ഔട്ട്റീച്ച് പ്രോഗ്രാമും സമാപന ചടങ്ങിനോടനുബന്ധിച്ച് നടന്നു. ഇതിനൊപ്പം സ്ത്രീകളിൽ പ്രസവാനന്തര മാനസിക ആരോഗ്യ സംരക്ഷണം എന്ന വിഷയത്തിൽ സംഘടിപ്പിച്ച സെമിനാർ പ്രത്യേക ശ്രദ്ധ നേടി. സ്ത്രീകളുടെ മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള അവബോധം വർദ്ധിപ്പിക്കുന്നതിൽ ഈ സെമിനാർ നിർണായകമായ പങ്കുവഹിച്ചു. പുള്ളി ചെയ്യുന്നതും സംസാരവും പുള്ളിയുടെ രീതികളെല്ലാം വളരെ പെർഫെക്റ്റ് ആണ്.
അല്ലേ? ഇനി കല്യാണം കഴിച്ച് വന്നു, സാധാരണ ഇപ്പൊ ഏറ്റവും കൂടുതൽ പുരുഷന്റെ അടുത്താണല്ലോ താമസിക്കുന്നത്. വന്നു കഴിഞ്ഞാൽ ആദ്യത്തെ കുറച്ച് മാസം പോഷൻ പക്വാടയുടെ സമാപനം ആരോഗ്യകരമായ ജീവിതശൈലിയിലേക്കുള്ള സമൂഹത്തിന്റെ നീക്കത്തിന് ശക്തി പകരുന്നതായി വിലയിരുത്തി. സിറ്റി വിഷൻ രാജകുമാരി. കള്ളിമാലി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്ത പൊങ്കാല മഹോത്സവം നടത്തി. കള്ളിമാലി ശ്രീ ഭദ്രകാളി ദേവി ക്ഷേത്രത്തിൽ നടന്നുവരുന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിന്റെ ഭാഗമായി നൂറുകണക്കിന് ഭക്തർ പങ്കെടുത്ത പൊങ്കാല മഹോത്സവം നടത്തി. ക്ഷേത്രം മേൽശാന്തി ശിവപ്രസാദ് എംബ്രാന്തിരി പണ്ടാര അടുപ്പിൽ ദീപം പകർന്നുകൊണ്ട് പൊങ്കാല മഹോത്സവത്തിന് തുടക്കം കുറിച്ചു. ഇവിടെ വച്ചിരിക്കുന്ന ഈ പൊങ്കാല എല്ലാം തന്നെ നമ്മുടെ ക്ഷേത്രം ഭഗവതി സ്വീകരിച്ച് ആ കുടുംബജനങ്ങൾക്കും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവർക്കും എല്ലാവിധത്തിലുള്ള അനുഗ്രഹം അഭീഷ്ടം പ്രദാനം ചെയ്ത് ആ ഭഗവതി എല്ലാവരെയും അനുഗ്രഹിക്കും. ഒപ്പം തന്നെ ക്ഷേത്രം മേൽശാന്തി ആ ഗംഗേജ യമുന ജീവ ഗോദാവരി സരസ്വതി നർമ്മദ സിന്ധു കാവേരി എന്നുള്ള സമ്പ്രദായത്തിൽ ആ തീർത്ഥം ആ പൊങ്കാലകളിലൊക്കെ തളിച്ച് ഭക്തന്മാർക്ക് ആ പൊങ്കാല സ്വന്തം ഗൃഹത്തിലേക്ക് കൊണ്ടുപോകാനുള്ള അധികാരം ക്ഷേത്രം മേൽശാന്തി കൊടുക്കും. വ്രതമെടുത്ത കുട്ടികൾ ഉൾപ്പെടെ നിരവധി സ്ത്രീകൾ പങ്കെടുത്തു. രാവിലെ 7 മണിയോടെ പൊങ്കാല ആരംഭിച്ചതിനാൽ കനത്ത ചൂടിനു മുമ്പ് തന്നെ പൊങ്കാല അവസാനിപ്പിക്കാറായി. ലളിത സഹസ്രനാമ ജപത്തോടെ കള്ളിമാലി അമ്മയ്ക്ക് ഇത്തവണ 1008 പൊങ്കാല അടുപ്പുകളിലാണ് ഭക്തർ പൊങ്കാല അർപ്പിച്ചത്. വർഷങ്ങളായി കള്ളിമാലി അമ്മയ്ക്ക് ഒരു പുണ്യം പോലെ ഞങ്ങൾ ചെയ്തു വരുന്ന വഴിപാടാണ് പൊങ്കാല. പണ്ട് കലങ്കരിക്കൽ എന്നുള്ളൊരു ചടങ്ങായിരുന്നു. അപ്പോൾ ലോകത്ത് ഈ പരിസരവാസികൾക്കെല്ലാം പകർച്ചവ്യാധികളൊന്നും പെടാതിരിക്കാൻ വേണ്ടി അന്നത്തെ സങ്കല്പം അതായിരുന്നു. അതിൽ നിന്ന് വിപുലമായി 10ാം തീയതിന് പൊങ്കാലയിലേക്ക് കടന്നുവരെ മുടങ്ങാതെ പൊങ്കാല ഇടാൻ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതൊരു ദേവിയുടെ അനുഗ്രഹമായിട്ടാണ് ഞങ്ങൾ കരുതുന്നത്. രാവിലെ ഗണപതി ഹോമം, മഹാവിഷ്ണു സഹസ്രനാമ ജപം, ഓങ്കാരം, ധ്യാനം എന്നീ ചടങ്ങുകളോടെ ആരംഭിച്ച് ഭാഗവത പാരായണം, പ്രഭാഷണം എന്നിവയുടെ ക്ഷേത്രത്തിലെ യജ്ഞവേദിയിൽ യജ്ഞാചാര്യൻ സ്വാമി ഉദിത് ചൈതന്യജിയുടെ കാർമ്മികത്വത്തിൽ നടത്തിവന്ന ശ്രീമദ് ഭാഗവത സപ്താഹ യജ്ഞത്തിനും സമാപനമായി. ക്ഷേത്രം കമ്മിറ്റി പ്രസിഡന്റ് അനൂപ് എസ് നായർ, സെക്രട്ടറി MN മണികണ്ഠൻ, വൈസ് പ്രസിഡന്റ് അജയൻ, ജോയിന്റ് സെക്രട്ടറി മോഹനൻ എന്നിവർ യജ്ഞപരിപാടികൾക്കും പൊങ്കാല മഹോത്സവത്തിനും നേതൃത്വം നൽകി. സിറ്റി വിഷൻ രാജാക്കാട്. ഇരിട്ടിയാർ നോർത്ത് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ നടന്നു വന്നിരുന്ന തിരുവുത്സവം സമാപിച്ചു. ഉത്സവത്തോടനുബന്ധിച്ച് നടന്ന താലപ്പൊലി ഘോഷയാത്രയിൽ നൂറുകണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ജിതിൻ ഗോപാലൻ തന്ത്രിയുടെയും ക്ഷേത്രം മേൽശാന്തി TS സജിശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രാചാര പൂജാകർമ്മങ്ങൾ നടത്തിയത്. ഇരിട്ടിയാർ നോർത്ത് ശ്രീ ദുർഗാദേവി ക്ഷേത്രത്തിൽ 3 ദിവസങ്ങളിലായാണ് ഉത്സവാഘോഷങ്ങൾ നടത്തിയത്. നോർത്ത് NSS കരയോഗ മന്ദിരത്തിൽ നിന്നും വാദ്യമേളങ്ങളുടെയും വിവിധ കലാരൂപങ്ങളുടെയും അകമ്പടിയോടെ ക്ഷേത്ര സന്നിധിയിലേക്ക് നടന്ന താലപ്പൊലി ഘോഷയാത്രയിൽ നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു. ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ജിതിൻ ഗോപാലൻ തന്ത്രിയുടെയും ക്ഷേത്രം മേൽശാന്തി TS സജിശാന്തികളുടെയും മുഖ്യ കാർമ്മികത്വത്തിലാണ് ക്ഷേത്രാചാര പൂജാകർമ്മങ്ങൾ നടത്തിയത്. ക്ഷേത്രം പ്രസിഡന്റ് AS രാജേഷ്, വൈസ് പ്രസിഡന്റ് TG പ്രഭാകരൻ, സെക്രട്ടറി രാജൻ ദാമോദരൻ, VG പുരുഷോത്തമൻ, രാജേഷ് തെക്കേപ്പൊയ്കയിൽ, TS ഗോപാലകൃഷ്ണൻ, അശ്വിൻ രാജേഷ്, മനു KK, ശോഭന പ്രഭാകരൻ, രമണി കുഞ്ഞുമോൻ, ആശാ സന്തോഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി. സിറ്റി വിഷൻ നെടുങ്കണ്ടം. മുരിക്കന്തട്ടി സെന്റ് ജോർജ് സെഹിയൻ യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ നടന്നു വന്നിരുന്ന പെരുന്നാൾ മഹാമഹത്തിന് സമാപനമായി. 2 ദിവസങ്ങളിലായി നടന്നു വന്നിരുന്ന മോർ ഗീവർഗീസ് സഹദായുടെയും പരിശുദ്ധ അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാവായുടെയും ഓർമ്മ പെരുന്നാളിനും തിരുശേഷിപ്പ് വണക്കത്തിനുമാണ് സമാപനം കുറിച്ചത്. 2 ദിവസങ്ങളിലായി നടന്ന പെരുന്നാളിന് ജ്ഞാനായ ഭദ്രാസനം റാന്നി മേഖല മെത്രാപ്പോലീത്ത കുര്യാക്കോസ് മോർ ഇവാനിയോസ് തിരുമേനി മുഖ്യ കാർമ്മികത്വം വഹിച്ചു. കാർഷിക ഗ്രാമമായ മുരിക്കന്തട്ടി, കുരുവിള സിറ്റി, കുളപ്പാറച്ചാൽ, പൂപ്പാറ മേഖലയിലെ ജനങ്ങളുടെ ആത്മീയ ഉന്നമനത്തിനായി സ്ഥാപിതമായ സെന്റ് ജോർജ് സെഹിയോൻ യാക്കോബായ സുറിയാനിപ്പള്ളിയിൽ ആണ്ടുതോറും നടത്തിവരാറുള്ള പെരുന്നാൾ മഹാമഹത്തിന് സമാപനമായി. ഇടവക വികാരി ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ,
സഹവികാരി ഫാദർ ജോം കാരുകുഴിയിൽ, ഇടവക അംഗം ഫാദർ ജോബിൻ മർക്കോസ് എന്നിവർ സംയുക്തമായി കൊടിയേറ്റിയതോടെയാണ് 2 ദിവസങ്ങളായി നടക്കുന്ന പെരുന്നാൾ മഹാമഹത്തിന് 22-ാം തീയതി തുടക്കമായത്. പെരുന്നാൾ ആഘോഷങ്ങളുടെ ഭാഗമായി അഭിമന്യ കുര്യാക്കോസ് മോർ ഇവാനിയോസ് മെത്രോപോലിത്തയ്ക്ക് സ്വീകരണവും സന്ധ്യാപ്രാർത്ഥനയും പരിശുദ്ധ അബ്ദുൽ ജലീൽ മോർ ഗ്രിഗോറിയോസ് ബാബായുടെ തിരുശേഷിപ്പ് വണക്കവും കുളപ്പാറച്ചാൽ കുരിശുംതൊട്ടിയിലേക്ക് പ്രദക്ഷിണവും നടന്നു. ജ്ഞാനായ ഭദ്രാസനം റാന്നി മേഖല മെത്രോപോലീത്ത കുര്യാക്കോസ് മോർ ഇവാനിയോസ് തിരുമേനിയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടന്ന പെരുന്നാൾ തിരുക്കർമ്മങ്ങളോടെയാണ് പെരുന്നാൾ മഹാമഹത്തിന് കൊടിയിറങ്ങിയത്. പ്രധാന ദിനമായ ഇന്ന് കുരുവിള സിറ്റി കുരിശിങ്കിലേക്ക് പ്രദക്ഷിണവും തുടർന്ന് നേർച്ച സദ്യയും നടന്നു. ഇടവക വികാരി ഫാദർ എൽദോസ് പുളിഞ്ചോട്ടിൽ, സഹവികാരി ഫാദർ ജോം കാരുകുഴിയിൽ, ട്രസ്റ്റി ബാബു വർഗീസ് താമരപ്പള്ളിയിൽ, സെക്രട്ടറി MU കുഞ്ഞപ്പൻ മങ്ങാട്ട് തുടങ്ങിയവർ പെരുന്നാളിന് നേതൃത്വം നൽകി. സമീപ ദേവാലയങ്ങളിലെ വൈദികരും തിരുക്കർമ്മങ്ങളിൽ പങ്കെടുത്തു. സിറ്റി വിഷൻ രാജകുമാരി. സ്വർണം വെള്ളി നിരക്കുകൾ. ബെന്നീസ് ജുവലറി, സ്വർണം വെള്ളി ഡയമണ്ട് ആഭരണങ്ങളുടെ കലവറ. സ്വർണ്ണാഭരണങ്ങൾ ഹോൾസെയിൽ വിലയിൽ സ്വന്തമാക്കാം. 22K 916 ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങൾ, രാജ്കോട്ട്, സിംഗപ്പൂർ, ടർക്കിഷ്, കുവൈറ്റ് ആഭരണങ്ങളുടെ ഏറ്റവും പുതിയ കളക്ഷൻസ്. 92.5 വെള്ളി ആഭരണങ്ങൾ. എവർക്കും അനുയോജ്യമായ ബഡ്ജറ്റിൽ 95% എക്സ്ചേഞ്ച് വാല്യൂ ലഭിക്കുന്ന ഡയമണ്ട് ആഭരണങ്ങളുടെ വലിയ ശേഖരം. ഇനി മനസ്സുപോലെ പരിശുദ്ധമായ പൊന്ന്. ബെന്നീസ് ജുവലറി, ബെന്നീസ് ടവർ, ബസ് സ്റ്റാൻഡ് ജംഗ്ഷൻ, രാജാക്കാട്. സ്വർണം ഗ്രാമിന് 14,705 രൂപ, പവന് 1,12,600 രൂപ, വെള്ളി ഗ്രാമിന് 270 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. ഇടമലക്കുടിയിലെ റേഷൻ തട്ടിപ്പ് സംബന്ധിച്ച് അന്വേഷണം ആവശ്യപ്പെട്ട ദേവികുളം താലൂക്ക് സപ്ലൈ ഓഫീസർ പോലീസിൽ പരാതി നൽകി. മതികെട്ടാഞ്ചോലിയിൽ നിന്നും 100 വർഷമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന കുടിവെള്ളം തടസ്സപ്പെടുത്തിക്കൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റ് തോട്ടം നനയ്ക്കുന്നെന്ന പരാതി. മധ്യവേനലവധിക്കാലം ആസ്വദിക്കാനെത്തുന്ന വിനോദസഞ്ചാരികൾക്കായി ജില്ലയിലേക്ക് സന്ദർശക പ്രവാഹം. മൂന്നാറിൽ ഗ്ലാസ് വാച്ച് ടവർ തുറന്നുകൊടുത്തു. കരുണപുരത്ത് PMGSY പദ്ധതിയിൽ ഉൾപ്പെടുത്തി കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന റോഡിൽ അപാകതയെന്ന ആരോപണവുമായി നാട്ടുകാർ രംഗത്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.